US സർക്കാർ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർക്കാർ ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബിൽ സെനറ്റിൽ പാസായില്ല. ഇന്ത്യൻ സമയം രാവിലെ 9:30 സേവനങ്ങൾ നിലയ്ക്കും. അടച്ചുപൂട്ടൽ സംഭവിച്ചാൽ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന് ട്രംപ്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വാർത്ത വിശദാംശങ്ങളുമായി ചേർന്നു. മധു കൊട്ടാരക്കര, പ്രധാനമായും ഏതൊക്കെ സർക്കാർ മേഖലകളാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു പരിഹാരം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണോ ഡെമോക്രാറ്റുകളുമായി? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സുഹേൽ. US ഗവൺമെന്റ് ഈ ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബിൽ അല്പസമയം മുമ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അടിയന്തര ആവശ്യ സേവനങ്ങളൊക്കെ ഒഴികെ അത്യൻ സർക്കാർ സേവനങ്ങൾ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സർക്കാർ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ. സെനറ്റിൽ താൽക്കാലിക ഫണ്ടിങ്ങിനുള്ള ബിൽ പാസാക്കിയെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ അവസാന ശ്രമവും അല്പസമയം മുമ്പ് പരാജയപ്പെട്ടതോടെ US ഗവൺമെന്റ് ഷട്ട് ഡൗണിലേക്ക് നീങ്ങുകയാണെന്ന് ഉള്ള യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. അർദ്ധരാത്രി സമയപരിധിക്കൊക്കെ മുമ്പായിട്ട് ഫെഡറൽ ഫണ്ടിംഗ് നിലനിർത്താനുള്ള ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നീക്കം ഡെമോക്രാറ്റുകൾ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഈ അടച്ചുപൂട്ടൽ ഒഴിവാക്കാനുള്ള ബില്ല് 55 വോട്ടോടെ സെനറ്റിൽ ഡെമോക്രാറ്റുകൾ വീണ്ടും തടഞ്ഞു. ഇത്തവണ ഡെമോക്രാറ്റുകൾ ഏതെങ്കിലും സ്പെൻഡിംഗ് ബില്ലിൽ ആരോഗ്യ സംരക്ഷണ സബ്സിഡി ഉൾപ്പെടുത്തണമെന്ന് ഒരു വശത്ത് നിർബന്ധം പിടിച്ചപ്പോൾ മധു, ശബ്ദത്തിൽ ചെറിയ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, വ്യക്തത കുറവ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. സമ്പൂർണ്ണ അടച്ചുപൂട്ടലിലേക്ക് അമേരിക്ക പോവുകയാണ്. ഈ സമവായ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല. സമ്പൂർണ്ണ അടച്ചുപൂട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇന്ന് രാവിലെ, ഇന്ത്യൻ സമയം രാവിലെ 9:30 ഇക്കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിലാകും. സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാത്ത താൽക്കാലിക അവധിയിലേക്ക് പോകേണ്ടി വരും. അവരെ കൂട്ടത്തോടെ പിരിച്ചുവിടേണ്ടി വരുന്ന സാഹചര്യം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.